ആ കള്ളിയിലൊക്കെ കെട്ടിയുന്ന വെള്ളത്തിലൊക്കെ ചേട്ടൻ നീന്തി തുടിച്ച് കിടന്നിട്ട്. സ്കൂൾ തുറക്കണേന്റെ തലേദിവസം വരെ എന്നും റെഡ് അലർട്ട്. സ്കൂൾ തുറന്നപ്പോ റെഡ് അലർട്ടും ഇല്ല, മഴയില്ല. വീട്ടിലുള്ളവർക്ക് പഴമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്തൊരു വലിയ മാമ്പഴം നോക്കിയാൽ നിലത്ത് കിടക്കുമ്പോൾ ഒരു വിലയില്ല, മാവുമ്പോൾ നിൽക്കുമ്പോൾ ഒരു വിലയില്ല. ഇത് കടയിലിരിക്കുമ്പോൾ മാത്രമാണ് ഇതിന് വില. ഇനി സരിച്ചെടുക്കട്ടെ. ചാർജി മറ്റേ ബെൻ ജോൺസ് ഓടാൻ പോണ പോലെ മൂത്രം ഇങ്ങനെ. മൂന്നാമത്തെ ദിവസമാണ് ഇപ്പൊ ചേട്ടൻ ദോരം പണ്ടെടുത്തു. നമ്മുടെ ധരിത്രി ധര ധരണി ധരിത്രി ഭൂമി പര്യായം. ഇത് മധുരം എത്രമാത്രം ഉണ്ടാവും അറിയില്ല. ഒരു 300 ഗ്രാം ഉണ്ട് നമുക്ക്. ചേട്ടാ ഇല്ല, ആയിട്ടില്ല. കൈപൊക്ക് വയറ് കാണൂന്ന് എന്നിട്ട് അത് തന്നെ ഇടില്ലേ. എന്റെ 3-4 ദിവസത്തെ അധ്വാന കുളമായി സുഹൃത്തുക്കളെ. കൈ കൊണ്ട് നടക്ക്. ഞാനപ്പോ കൈ കൊണ്ട് നടക്കല്ല. അലുവേ നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ, നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ. മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണേ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാൻ അറിഞ്ഞ് പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞീല. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയെ നിറയേ കണ്ണിറയേ പെയ്തിറങ്ങുന്നോരോർമ്മയിലേ, പെയ്തിറങ്ങുന്നോരോർമ്മയിലേ പീലി നിർത്തിയ കാതലിയെ. നീ വിരിഞ്ഞോ, നീ വിരിഞ്ഞോ, ഞാനോർക്കാതിനുള്ളിൽ നീ വിരിഞ്ഞോ. മലർമാസം അറിയാതെ മലരായിരമിന്നിൽ പൂത്തിരുന്നേ, മലർത്തോറും കണിയായി ഞാൻ കണ്ടത് നിന്നെ ആയിരുന്നേ. കഥയാണോ അല്ല കനവാണോ അല്ല ഒരു നാളും മറക്കാൻ കഴിഞ്ഞില്ല. മഴയേ തൂമഴയേ നിന്റെ മുത്തിളം തുള്ളികളിൽ കണ്ടു ഞാൻ എൻ്റെ കാതലനെ, കാത്തിരുന്നതാണിന്നുവരെ. അങ്ങനെ അല്ല ഞാൻ പറയാമെന്ന് രചനയില്ലേ, മനോഹരമായ മഴയായിരുന്നു. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ല കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ വേറെ സാധനം പറക്കാൻ പോകുമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പം മഴയുടെ സ്വഭാവം മാറി. ഘനഗംഭീരമായ മഴ. ഇവിടെയൊക്കെ മുന്നിലും അവിടെ റോഡിലൊക്കെ വെള്ളം നിറഞ്ഞു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വെള്ളം നിറഞ്ഞത് കൊണ്ടല്ല വീഡിയോ എടുക്കാൻ പറ്റാ. നല്ല മിന്നൽ ഇടിയുള്ളായിരുന്നു. അല്ലാച്ചെങ്കിൽ ആ കള്ളിയിലൊക്കെ കെട്ടിയുന്ന വെള്ളത്തിലൊക്കെ ചേട്ടൻ നീന്തി തുടിച്ച് കിടന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞു. നമ്മുടെ കായകൊല ജഗ്ഗുവിനാണ് ഏറ്റവും വിഷമം. ജഗ്ഗു പറയാ സ്കൂൾ തുറക്കണേന്റെ തലേദിവസം വരെ എന്നും റെഡ് അലർട്ട്. സ്കൂൾ തുറന്നപ്പോ റെഡ് അലർട്ടും ഇല്ല, മഴയില്ലേ, അല്ലെങ്കിൽ മുടക്കായേനേന്ന് ഭയങ്കര വിഷമത്തിലിരിക്കണം. അപ്പോൾ നമ്മൾ അന്ന് കായകൊല മറ്റേ പാട്ട് പാടിയിട്ട് വെട്ടിയില്ലേ, ആ കായകൊല പഴുത്തു. കണ്ട ഇതല്ലാട്ട വീഡിയോ, കായകൊല പഴുത്തല്ല വീഡിയോ. അപ്പോൾ ഈ കായകൊലന്ന് ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ പഴം അത്രയ്ക്ക് തിന്നാൻ പറ്റില്ല. അല്ല ഒരു പടമല്ല അവിടെ അല്ലേ. അപ്പോൾ നമ്മൾ വേറെ സാധനം ഉണ്ടാക്കാൻ പോകുന്നിട്ടാ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ള തന്നെയാണ്. ഈ പഴയെ നമുക്ക് പൂവൻകൊലയാണ്, അടിപൊളി പൂവൻകൊലയാണ്. കണ്ടാ ബെസ്റ്റ്
ഞാൻ ആർക്കൊക്കെ കൊടുക്കണ്ട സരിത? പിന്നെ ആർക്ക്? ഏ ചെറിയേട്ടന് വേണ്ട, ചെറിയ വേണ്ട, സജീവൻ്റെ അവിടേക്ക് വേണ്ട, അവർക്ക് വേണ്ട, ആർക്കും വേണ്ട. കാരണം വലിയേട്ടൻ്റെ അവിടേക്ക് വേണമെങ്കിൽ കൊടുക്കാം. നീ ഇതൊക്കെ കായകൊല കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കണ്ടേ? ആ അവർക്ക് കൊടുക്കാം. ഞാൻ അവളെ വിളിച്ചു നോക്കട്ടെ, ഇവിടെ നിന്ന് വിളിച്ചു നോക്കാം അല്ലേ? അല്ല ഈ ഇതിനെ മറ്റേ ഇതില്ലേ കല്ലപ്പില്ലേ ബെസ്റ്റ് പഴകണ്ട. ആ ഉള്ളിലാണെങ്കിൽ കേക്കില്ലേ? ഞാനേ ഫോൺ വിളിക്കട്ടെ കേട്ടാ. കല്ലപ്പണി കരപിര എന്നുണ്ട് ഉഗ്രമ്പഴം. പക്ഷേ ഞാനധികം കഴിക്കുന്നില്ല. ഇതിവിടെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. ആ പടം ഉണ്ട് ഇതിന്. ബെസ്റ്റ് പടലുകൾ ആർക്കെങ്കിലും കൊടുക്കാം. ഈ കായകൊലയില്ലേ, കായകൊലരെ ഇങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പാമ്പ് വരില്ല സരിത? പാമ്പ് ചുറ്റി പറഞ്ഞിട്ട് ഒരു പണ്ട് ഒരു ഇത് കണ്ടിട്ടില്ലേ? നിന്റെ വീട്ടിലേക്ക് വേണം പഴം? ഇവർക്ക് സരിതയുടെ വീട്ടിലുള്ളവർക്ക് പഴമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതന്നെ. നീതുവിനെ വിളിച്ചിട്ടുണ്ട്, അവള് വരാന്ന് പറഞ്ഞു, വേണമെന്ന് പറഞ്ഞു പഴം. 2 പഴം കൊടുത്തോ? ബാക്കി കൂടെ വരാൻ പറ്റില്ല എന്നുകൊണ്ടില്ല ചേട്ടാ, ഇവിടെയൊക്കെ കാടായില്ലേ. കാടായ എങ്ങനെ തരാ? ആ ഈ സൈഡിൽ പോയി നമ്മുടെ കായകൊല വെട്ടിയ സ്ഥലത്തേക്ക് എന്തായാലും ചേട്ടൻ നീ പോ. ഇതിലെ പൊക്കോ, ആ മണ്ടരിക്ക് പോക്കോ, ആ മൂലരിക്ക്. അവിടെ അടിപൊളി സ്ഥലമാണ്, വൃത്തിയാക്കിയിട്ടുണ്ട്. കൊണ്ടുപോയി കൊടുക്ക്. പഴം പോണു ചേട്ടൻ പതുക്കെ പിടിക്കും. ശരി, അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ എന്റെ പിന്നാലെ വരുന്ന ചേട്ടനെ കൊടുത്താ പോരെ? നീ കൊടുക്കണത് കണ്ടുകൂടെ? മീൻ പിടിക്കണ അതന്നെ നിങ്ങൾ കണ്ടുപിടിച്ച കായകൊല. ഇനിയപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ? ആര് കൊണ്ടുപോകണു? ചേട്ടൻ കൊണ്ടുപോകണം, അല്ലാണ്ട് ആരെ കൊണ്ടുപോകാൻ? ഞാൻ കൊണ്ടുപോകാൻ നിൽക്കണമെന്നില്ല ഇപ്പോൾ, നേരില്ല. എന്താ അപ്പം നമ്മൾ അണ്ടി പറക്കാൻ പോവാണ് കേട്ടോ. അണ്ടി ഏത്? മാങ്ങേരണ്ടി. ബക്കറ്റ് എടുക്കണ്ട് സരിതാ കേട്ടാ. നമ്മളുണ്ടാക്കാൻ പോണത് എല്ലാ കൊല്ലത്തെ പോലെ നമ്മൾ മുന്നുണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ മാങ്ങേരണ്ടിയില്ലേ, ഏത് നമ്മുടെ കശുമാങ്ങയല്ല, നമ്മുടെ മൂവാണ്ടൻ, വട്ടൻ, ഇങ്ങനത്തെ മാങ്ങകളില്ലേ, അതിൻ്റെ അണ്ടി കൊണ്ടുള്ള പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ ഇവിടെ കിടക്കുന്നുണ്ട് കേടാ ഇങ്ങനത്തെ. അപ്പോൾ ഇത് പറക്കാനാണ് നമ്മൾ പോകുന്നത്. ഞാൻ നല്ല മഴയത്തൊക്കെ പറക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പഴയേ അല്ല അവിടെ കൊണ്ട് എടുത്തിട്ട് വേഗം വരാം. ഇത് ഇരിക്കും തോറും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർന്നു വീഴും, പിടിപിടുത്തിന് ഊർന്നു വീഴും. ഊർന്നു വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. അതിൻ്റെ ഈ പഴത്തിൻ്റെ ഈ തുമ്പത്തല്ലേ അവിടെയൊക്കെ അത് ഇങ്ങനെ ഈച്ചകൾ തന്നെ വരും. ഇതോടെ ഇരിക്കട്ടാ. ഇവിടെ മാങ്ങണ്ടിയിൽ അയിര് കളിയാ. മാങ്ങണ്ടിയില്ല, മാങ്ങകൾ എടുക്കണു, അതിനുള്ളിൽ നമുക്ക് എടുക്കാം. അല്ലാണ്ട് പണിക്ക് പോയിണ്ടാവും. ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അങ്ങനെ പഴം കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ മാങ്ങണ്ടി പറക്കാൻ പോവാണ്. ഈ മാങ്ങണ്ടി എന്ന് പറഞ്ഞ സാധനം നമുക്ക് നിലത്ത് കിടക്കുമ്പോൾ നമുക്ക് ഒരു വിലയും ഉണ്ടാവില്ല. അയ്യേ അറക്കണു എന്ന് പറയും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉഗ്ര സാധനം. ഈ സാധനങ്ങൾ ഇത് കുറേ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ മാങ്ങ പോലത്തെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് പുളി എടുത്ത് ആക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചെണ്ണം എടുക്കാം. ആദ്യം ഇവിടെ ബക്കറ്റ് എടുത്ത് കൊണ്ടുവരാം. ഇത് മൂവാണ്ടനാ. പിന്നെ സരിതേര അമ്മ കുറേ കുളമ്പ് മാങ്ങേര ഇത് തന്നിട്ടുണ്ട്, അണ്ടി തന്നിട്ടുണ്ട്. അതൊക്കെ ആകുമ്പോൾ ഇത് വട്ടൻ്റെയാണ്. വട്ടൻ കണ്ട, വട്ട മാങ്ങേര. അപ്പോൾ ഇത് കണ്ട ഫ്രഷ് സാധനമാണ്. ഇതൊക്കെ വവ്വാലുകൾ കണ്ട കാരിട്ട് കംപ്ലീറ്റ് ഇതാക്കണ്ട. നോക്കിയേ എന്തൊരു ബെസ്റ്റ് മാമ്പഴാന്ന് അറിയും. ഇതിൻ്റെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒക്കെ മുകളിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ഇതിന് ചെത്തിയെടുത്ത് വൃത്തിയാക്കിയിട്ട് തല്ലി പൊളിക്കാം. അതൊന്നും വൃത്തിയുള്ളൂ. ഒക്കെ പഴുത്താണ് ശരിക്ക്. വട്ടമാങ്ങരമാണ് ശരിക്ക്. നമുക്ക് സ്കൂൾ കാലഘട്ടം, നമ്മുടെ ചെറുപ്പ കാലഘട്ടമൊക്കെ മനസ്സിലാവുക. എന്തൊരു വലിയ മാമ്പഴമാണെന്ന് നോക്കിയേ ശരിക്ക് കണ്ടാ. വവ്വാലുകൾ, അണ്ണാറക്കണ്ണന്മാർ, ഇവരൊക്കെ ഇരകളാണ് ഇതൊക്കെ. അല്ലട ലോഡ് പറക്കി വെച്ചിട്ടുണ്ട് അലിവിൻ്റെ ആക്കണമെന്ന് പറഞ്ഞിട്ട്. ഓ ഇതിനൊരു കുഴപ്പമില്ല താലല്ലോ കണ്ടാ.
ഇതിപ്പോൾ വീണ്ടുള്ള പഴുത്താണ്. ഇത് നമുക്കൊന്ന് കാരാനായിട്ട് ഇത് കഴുകിയിട്ട് ഉപയോഗിക്കാം. എല്ലാ നിപ്പിയും കിപ്പിയും വരണ്ടല്ലോ അല്ലേ. വീട് പൊളിച്ചതിൻ്റെ ബാക്കിൽ കൊണ്ടിട്ടൊക്കെ വഴിയിൽ ഒരുവിധമായി ഒരു വിലയും ഇല്ലാത്ത സാധനം. നിലത്ത് വീണ് കഴിഞ്ഞാൽ ഒരു വിലയില്ല. ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ട് നിലത്ത് കിടക്കുമ്പോൾ ഒരു വിലയില്ല, മാവുമ്പോൾ നിൽക്കുമ്പോൾ ഒരു വിലയില്ല. ഇത് കടയിലിരിക്കുമ്പോൾ മാത്രമാണ് ഇതിന് വില. ഈ ഇവർ പൊട്ടിക്കാൻ പറ്റില്ല, പൊട്ടിച്ച് കൊണ്ടുപോകുമല്ലോ, 10 പൈസ കിട്ടില്ല. ഇവിടെ അല്ല, എൻ്റെ അവിടെ കഴിഞ്ഞ കൊല്ലം എത്ര പെട്ടി മാങ്ങ പൊട്ടിച്ച് കൊണ്ടുപോയി എന്നറിയോ, ഒരു പൈസയും കൊടുത്തില്ല ഇവർ. അതായത് അവർ പറയുന്നത് നിലത്ത് വീണിട്ട് അവിടെയൊക്കെ വൃത്തികേടാവണേക്കാളും ഭേദമല്ല ഞങ്ങൾ പൊട്ടിച്ച് കൊണ്ടുപോകണമെന്ന് തന്നെ പറയുന്നത്. ഇനി കുറേ എടുക്കുന്നുണ്ട്, നമുക്കൊരു ആവശ്യത്തിനുള്ള ആയിട്ടാണ് നല്ലത്. അപ്പോൾ അതിനൊരു വിലയില്ല. കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാമ്പഴത്തിനൊക്കെ 80, 100, 120 വില. നമ്മുടെ മുറ്റത്തും കിടക്കുന്നുണ്ട് കുറേ. ഇത് വേണ്ട, ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട്. വെള്ളം വന്നിട്ട് ഇവിടുത്തെ പുല്ലുകൾ ആകുമ്പോൾ ഏത് ഇവിടെ നിറച്ചാൽ വേണ്ട. വെള്ളം വന്നിട്ട് ഇവിടുത്തെ പുല്ലുകളൊക്കെ നാശമായി, വെള്ളം കെട്ടിയിരുന്നിട്ട് വേണ്ട. ഇതൊക്കെ ശരിക്കും മാന്തി കാരി എടുത്താൽ പോയില്ലേ എണ്ണാർക്കണ്ണന്മാരൊക്കെ. പിന്നെ പണ്ടത്തെ പോലെ ആർക്ക് വേണം മാമ്പഴമൊക്കെ, പിള്ളേരുകൾക്ക് ആർക്കും അങ്ങനെ ഒരു മാങ്ങ പൊട്ടിച്ചിട്ട് പഴുത്ത് അത് പൂളി തിന്നണമെന്നുള്ളൊരു വിചാരമില്ലേ. നമ്മൾ ചെത്തി കൊടുത്ത് കഴിഞ്ഞ് കഴിക്കും. അങ്ങനെ ഈ കാലം. ആദ്യം അങ്ങനെയല്ല അല്ല, പണ്ട് കാലത്ത് തിന്നാനൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതും വേറെ കാര്യം. ഇത് ഒരു ബക്കറ്റ് നിറച്ചത്. ഇതൊക്കെ ഇവിടെ മാവുമെന്ന് വീട്ടിലുള്ള മൂവാണ്ടൻ്റെ ഇതുകളാണ് കേട്ടോ. ഒന്നും കിട്ടില്ല ശരിക്കും ചൂവിന്. ഇത് എത്രയൊക്കെ കിട്ടി നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇത് സൈഡിലേക്ക് ചെത്തി കളയുമ്പോൾ ഇത്രയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് വെറുതെ നിന്ന് കഴുകിയിട്ട് നമുക്ക് വേണ്ടി തുടങ്ങാം പരിപാടി. അവിടെ എവിടെയും കിടന്നല്ലോ, അവിടെ എവിടെയും കിടന്നാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലത്തെ വൃത്തികേടുന്നില്ല ഈ വീടുകളുടെ അവിടെ. വീടുകളിലും പറമ്പുകളിലൊന്നും വൃത്തികേടില്ല. ഇപ്പോൾ അടിപൊളി സ്ഥലങ്ങളല്ലേ ഈ വട്ടമാവിൻ്റെ ഒരു പഴുത്ത് കിട്ടിയിട്ടുണ്ട്. പഴുത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല, നിലത്ത് വീണ് കിടക്കുന്നതാണ്, പെട്ടെന്ന് വീണ് തന്നെയാണ്. നമുക്ക് അതൊന്ന് പൂളി തിന്നിട്ടാണ്ട് നമുക്ക് ഇവിടെ പരിപാടിയിലേക്കാണ്ട് പോകാട്ടാ. സരിതാ, ഒരു കഷ്ണം മാമ്പഴം വേണമെങ്കിൽ തിന്നോ? നിനക്ക് പണ്ടത്തെ കാലത്തെ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം. ഇവിടെ ഒത്തിരി കേടായിട്ടുണ്ട്. ഇതൊരു നല്ല കഷ്ണം എന്നറി ഒരു വേണ്ട. അവൾക്ക് വേണ്ടെന്ന്, നീ കഴിച്ചോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടാണ്, നിങ്ങൾ ആരും കളയണ്ട. ഇപ്പോൾ എഴുന്നിട്ട് തന്നെ നമുക്കൊന്ന് ചെത്തി കളഞ്ഞിട്ട് അണ്ടികൾ മാത്രമായിട്ടൊന്ന് എടുക്കാം. കണ്ട, ഇങ്ങനെ അണ്ടികളാക്കാം. ഇതിൻ്റെ മേലത്തെ പേസ്റ്റുകളൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് തല്ലി പൊടിക്കണ. ഇനി മൂവാണ്ടൻ്റെ അണ്ടി ഇത്തിരി ചെറുതാണ്, വട്ടൻ്റെ ഇത്തിരി വലിപ്പുള്ള കൂടിയുള്ള ടൈപ്പാണ്. ഈ വഴുവഴുക്കുള്ളത് ഇത്തിരി പ്രശ്നമാണ്, നമുക്ക് അത് പൊട്ടിക്കാത്ത ബുദ്ധിമുട്ടണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെടുപ്പാക്കി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഒരനക്കം പറ്റാത്തതാ കണ്ട. ഇപ്പോഴതിൻ്റെ ഒരു 1.5 സൈഡ് വവ്വാലുകൾ പടച്ചു. ചിലവരിതേ വെയിലത്തിട്ട് ഉണക്കും. അല്ല വെയിലില്ല, അല്ല നേരത്തെ ഈ മഴയില്ലാത്ത കാലത്ത് കിട്ടുമ്പോഴേ നമ്മൾ ഇത്രയ്ക്ക് അണ്ടി ശരിയാക്കിയിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ച്, അത് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കമ്പോസ്റ്റ് പോയിക്കോണമില്ല. ഇത് നമ്മുടെ കമ്പോസ്റ്റ് കുഴിയാണ് കേട്ടോ, ഭംഗിയിലാക്കിയിട്ടുള്ളത്. എല്ലാ വേസ്റ്റുകളും ചപ്പ് ചവറുകളൊക്കെ ഇതിൽ കൊണ്ടിട്ടാൽ മതി. അമർന്നു തുടങ്ങി. ഇതിപ്പോൾ ഉഗ്രം വളമായിട്ട് മാറും. ഇനി ഈ പെട്ടിയിൽ കണ്ട ഇങ്ങനെ അണ്ടിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, അത് ഉണങ്ങിയ ടൈപ്പ് കണ്ട, സരിതേരം അമ്മയാക്കിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ നാശം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, തല്ലിപ്പൊടി ചില അറിയില്ല. നോക്കി നോക്കാം നമുക്ക്. മുട്ടിയത് നമ്മുടെ സ്വർണ്ണ പണിയിൽ മുട്ടിയേ, അത് കഴുകട്ടെ. ഇനി നമുക്ക് ഇതിനെ പൊളിക്കാം. ദൈവമേ, അത് സ്ലിപ്പാവുമല്ലോ. വേണ്ട, ഇത് പൊടിഞ്ഞു. ആദ്യത്തെ 4 പൊടിഞ്ഞു. വൃത്തിയാകണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടേ എല്ലാം പരിപ്പ് ഉണങ്ങിയാകുമ്പോഴത്തെ നോക്കിയോട്ടെ.
ഉണങ്ങിയ എടുത്ത് നാശമായി ഉണ്ടാവും, ദൈവത്തിന് അറിയാം. മാട കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചതയ സാധനം കുഴപ്പമില്ല, സ്പോഞ്ച് പോലെ അത്. ഫ്രഷ് സാധനത്തിലത്തെ, അതായത് ഇപ്പം തന്നെ പൊട്ടിക്കുന്ന മാമ്പഴല്ലേ, അതിലത്തെയാണ് ഏറ്റവും ഉഗ്രട്ടാ. കണ്ടാൽ നോക്കിയാൽ എന്തൊരു ഉഗ്രം സാധനം കണ്ട, നല്ല ഇത് വാടിയ ടൈപ്പാണ്. അപ്പം നമുക്ക് ഇതിലത്തെ വേണ്ട, ഉണങ്ങി കണ്ട പരിവായി. അപ്പോൾ അതിലത്തെ വേണ്ട, പുത്തനത്തെ മതി, പുത്തൻ മതി. പിന്നെ ഇതന്നെ നല്ലത് ഒറ്റലകന് കണ്ട, ഒറ്റ വിട്ട് കണ്ട. അപ്പോൾ ശരിക്ക് പകുതി ഏതിൽ പകുതിൻ്റെ കയ്യേ സ്ലിപ്പാവും, അതാണ് കുഴപ്പം. അല്ലാണ്ട് പേടിച്ചിട്ടാ വേണ്ട ആട്ടർന്ന് ഒറ്റ വെട്ട്. അയ്യോ ചതഞ്ഞു, എൻ്റെ വെട്ട് ശരിയായില്ല. അയ്യോ ഇതിലത്തെ കേടല്ല. ഇങ്ങോട്ട് പാടാ, കുറച്ച് ചെത്തി കളയാണ്ടാവും കേട്ടാ. ഈ ബ്ലാക്ക് സാധനമില്ലേ, ചെത്തി കളയണം കേട്ടോ. വൃത്തിയാക്കിയിട്ട് എടുക്കണം, വൃത്തിയാക്കി വളരെ നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം. കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടണം. വലിയ കത്തി കൊണ്ട് വെട്ടുന്നേക്കണം, നല്ല ദീപനുണ്ടാ ചെറുത്. രണ്ടോ മൂന്ന് നോക്കും. മൂവാണ്ടനാ, അതിനവന് ഇത്തിരി ബുദ്ധിമുട്ട്. ചക്കൂര് പോലെയുണ്ട്, കറക്റ്റ് ചക്കൂര് കണ്ട. അപ്പം ചക്കൂര് കൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റില്ലോ അല്ലേ? അല്ല, ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, ചക്കൂര് കൊണ്ട് ഉണ്ടാക്കാമല്ലോ. കിണ്ണത്തപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാം ചക്കൂര് കൊണ്ട് അല്ലേ? അപ്പം ഞാനിതിനെ കണ്ട് വെടുപ്പാക്കി എടുക്കട്ടെ കംപ്ലീറ്റ്. എന്നിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ ഇത്രയ്ക്ക് എടുത്തു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറേയൊക്കെ കളഞ്ഞു. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് പോലെ കയറും. നല്ല ഫ്രഷ് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് വൃത്തിയാക്കലാണ് പണി. മേലാകെ തെറിച്ചു, തേങ്ങ പുറം കളിച്ചു. അയ്യോ. ഇനി നമ്മൾ ഇതിൻ്റെ ചക്കക്കുരുവിൻ്റെ തൊലി കളയുന്ന പോലെ അങ്ങോട്ട് കണ്ട അങ്ങനെയാക്കാം. ഇതിൽ നിന്ന് എടുക്കണം, കുറച്ചെണ്ണം ആക്കി ഞാൻ കണ്ട വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മീതൊരു തോടുണ്ട്, പിന്നെ കറുത്ത കേടുകളുണ്ടാവും. അതൊക്കെ ചെത്തി വെടുപ്പാക്കി നമ്മൾ എടുക്കണം. നല്ല ടേസ്റ്റുള്ള, നല്ല ഇതിൻ്റെ ഗുണങ്ങളൊന്നും എനിക്കറിയില്ല, നല്ല ടേസ്റ്റുള്ള സാധനം എന്നറിയാം. അപ്പം നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടണം മാത്രം. അതിൻ്റെ ഒരു പലഹാരം കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടണം. ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ടെടുക്കുക. എല്ലാ വൃത്തികേടുകളെ ഇതിൻ്റെ ആ കറുത്തിട്ടുള്ളതൊക്കെ ഉണ്ടാവും, ചിലത് ഉള്ളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ കളയണം. എന്നിട്ട് വേണം ഇത് മിക്സിയിലിട്ട് പൊടിക്കാൻ. വൃത്തിയാക്കൽ ഒരു ചെറിയൊരു പണി അത്ര ഉള്ളോ. കണ്ട തോട് കണ്ട, ഇത് ഈ മറ്റേ ചക്കൂരിൻ്റെ തോട് പോലെ ഒരു തോട് കാണാം. അത് നമുക്ക് വേണ്ട. ശരിയാ തേങ്ങ അതിന് എടുക്കുമ്പോൾ കൈ കഴിക്കണ്ട. അങ്ങനെ നമ്മളത് നോക്കിയാൽ ഇത്രയ്ക്ക് കിട്ടിയിട്ട് പരിപ്പ്. ഇതൊക്കെ വേസ്റ്റാ കണ്ട. ഇതൊക്കെ വൃത്തിയാക്കി നോക്കിയേ കണ്ട. അങ്ങനെയാണ് ഇഷ്ടം പോലെ ചെയ്യുന്നല്ലേ. പക്ഷേ വായിൽ വയ്ക്കാൻ കൊള്ളില്ല. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ അത് മാങ്ങാറേ എന്താ അത് തെറിക്കുന്നതാ. ഞാൻ എന്തൊരു തേങ്ങ ചെയ്യുക. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മിക്സിയിലടിക്കാം. കുറച്ച് മാറ്റി ചെളി കൊണ്ട് പോട്ടെ. ചെളി എന്ന് പറഞ്ഞാൽ ഈ വെറുതെ ഈ നമ്മൾ കത്തിയും ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോഴേ ചെളി ഉണ്ടാവാലോ. അത് നന്നായി വൃത്തിയാക്കി കഴുകണം. അടിപൊളിയായിട്ട് കഴുകുക. സാരിത്തേനെ ആകെ ഉറുമ്പ് കടിച്ചു. കടിക്കല്ല, കുഞ്ഞിയന് ഉറുമ്പുകൾ ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ മിക്സിയിൽ അരയ്ക്കുക. വെള്ളം ഒഴിച്ച് അരയ്ക്കാം നമുക്ക്. നമ്മളിത് മിക്സിയിൽ അരച്ചു. നല്ല കട്ടിയിലാണ് കേട്ടോ. ഇതിലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഷ്ണങ്ങൾ നല്ലതാണ്. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് കഴുകിയിട്ട് ഇതിൽ വെള്ളം ഒഴിക്കും, നന്നായിട്ട് വെള്ളം ഒഴിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് വെള്ളം കലക്കിയിട്ട് ഒഴിക്കുക. ഭയങ്കര പേസ്റ്റ് പോലെ അറിയൊന്നും വേണ്ട കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. അത് കടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കിണ്ണത്തപ്പം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ അലുവിയാൻ ഉണ്ടാക്കാട്ടാ. അപ്പോൾ ഇത് കിണ്ണത്തപ്പം അല്ലുചേട്ടൻ കൊടുത്തപ്പോൾ അല്ലുചേട്ടനാണ് ഇതുകൊണ്ട് അലുവി ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ സാധനം നമ്മൾ ഊറാൻ വെക്കും. ഇങ്ങനെ വെക്കും. 5-6 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ തെളിഞ്ഞുണ്ടാവും. അപ്പോൾ അത് ഊറ്റി കളയാ. വെള്ളം കളയാ, വേറെ വെള്ളം ഒഴിച്ചിരിക്കുക. എന്നിട്ട് വീണ്ടും തെളിഞ്ഞ വെള്ളം ആവണ വരയ്ക്ക് ചെയ്യാം. മാക്സിമം ഒരു 4 വട്ടം
അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ നമുക്ക് കയ്പ് മൊത്തം പോവും. എന്നിട്ട് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുറുക്ക, കിണ്ണത്തപ്പ, അലുവിയ, അടയ എന്തൊട്ട് വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. കടയിൽ മുകളിൽ തെളി വന്നു, ആ തെളി നമുക്കൊന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടണ്ടി 2 ദിവസമായി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇന്ന് നമുക്കത് അലുവി ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറിയത് നമുക്ക് തൃശ്ശൂർ വേണൂസിൻ്റെ ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു നറുക്കെടുപ്പുണ്ട്. അവിടെ ഒരു നറുക്കെടുപ്പുണ്ട്. ഈ ബോഷിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരു നറുക്കെടുപ്പ്. അത് ഞങ്ങളാണ് നറുക്കെടുക്കുന്നത്. ജഗു ക്യാമറയിലാണ് കേട്ടോ. ഞാനും സരിതയും ജഗുവാണ് നറുക്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാട്ടിലാക്കില്ല, വേണൂസിൻ്റെ ഷോറൂമിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ നറുക്കെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ വേണൂസിൻ്റെ എല്ലാ കടകളിൽ നിന്നുള്ള ഇതല്ല. അപ്പോൾ ഇങ്ങനെ ഇളക്കണു നമ്മൾ. ഇളക്കിക്കോളൂ. ആരാണ് ആ ഭാഗ്യവാൻ? അതെ, ഒരെടുത്ത് വിടാ. തീർച്ചയായും. ഞങ്ങളുടെ ഒരു വിഷമം എന്താ, ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ ഉണ്ടാവില്ല. ജിതിൻ ജോസ് ആദ്യത്തെ ഭാഗ്യവാൻ. അതെ, അടുത്ത് ഞാൻ എടുക്കാലോ. ഈ സാരി എടുക്കട്ടെ. ദിവ്യശ്രീ അല്ലേ? ദിവ്യശ്രീ. കുത്തിളക്ക് നീ ഇളക്കിക്കൂടാ ശരിക്കും. അടിയിലുള്ളവർ പെട്ടുപോകാൻ പാടില്ലേ, അടിയിലുള്ളവരുടെ മുകളിലേക്ക് വരേണ്ടത്. സന്തോഷം. അപ്പോൾ നറുക്കെടുത്തവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമ്മാനം അങ്ങനെ വേണൂസിലത്ത് നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരൊരു ഗിഫ്റ്റ് തന്നല്ലോ. അപ്പോൾ ജഗുവാണെങ്കിൽ ഓടി വരലും കഴിഞ്ഞു, ഡ്രസ്സ് മാറലും കഴിഞ്ഞു, ഇത് പൊട്ടിക്കലും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. വീണ്ടും അയലിനാക്കി വെച്ചേക്കുന്നിട്ട് അതുപോലെ തന്നെ ഇതെന്തൊരു സാധനം അറിയാം, എടുത്തു കൊടുക്കും. ഇതാ ഇലക്ട്രിക് കെറ്റിലാണ് കേട്ടാ നമുക്ക് തന്നേക്കണത്. ഇതിൽ വെള്ളം തിളപ്പിച്ചില്ലേ നീ? ഈ സാധനമാണ്. അപ്പോൾ നമ്മൾ ചായ വെക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ചായ ഉണ്ടാക്കലും പിന്നെ നമ്മുടെ ഇത് കണ്ട ഇതിൻ്റെ വെള്ളം തെളി ഉണ്ടായിരുന്നു, ഇത് ഞങ്ങൾ ഊറ്റി കളഞ്ഞു. ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വെച്ചു. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇതുകൊണ്ട് അലുവി ഉണ്ടാക്കാം, അതിൽ ചായ ഉണ്ടാക്കാം. ഇങ്ങനെ ആദ്യം കുത്തണം, ഇത് കഴുകണം. കഴുകിയേ വലിയ പുതിയതായിരുന്നല്ലേ? കൈയിട്ട് കഴുകി വേണ്ട, അതിന് കുട്ടികൾ കൈയിട്ട് കൈ കഴുകാണ്ട് എന്നിട്ട് ഇങ്ങനെ വെള്ളം നിറയ്ക്കാം. ആവശ്യത്തിനുള്ള വെള്ളം എടുത്താ പോരെ, നമുക്ക് അളക്കൊന്നും വേണ്ടേ? എത്ര ചായ വേണമെന്നുള്ളത്? ഗ്ലാസ് ചായ മതി, 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാ പോരെ? ക്ലാസിന്റെ അല്ല ചായയുടെ ക്ലാസ് എടുക്ക്. ഇതൊക്കെ മതി. ഒരു ചായ ഉണ്ടാക്കിയാണ് ഇപ്പൊ. ഒരു ഗ്ലാസ് വെള്ളം ജഗു അളന്നൊഴിച്ചു, അടച്ചു, ഇങ്ങനെ ഉണക്കി. എന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് മോളിൽ നിന്ന് അടിക്കുക. അത് ചോപ്പിലേക്ക് ചൂട് അർത്ഥം, ചൂട് വരുന്നത് അർത്ഥം, ശബ്ദം. സ്വിച്ച് ഓഫ് നടച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ട. ആവി പിടിക്കണ വെള്ളം ഉണ്ടായ സുഖല്ലേ? വായ പൊള്ളാൻ വായ കടത്തണ്ടതിൻ്റെ ഉള്ളിൽ തുറന്ന തളച്ചു തോന്നും. ആവി വരും, ആവി വരും. കൈ പൊളിച്ച് അത് തുറക്കാൻ പറഞ്ഞിട്ടല്ലേ? നമുക്കറിയില്ലല്ലോ. ഓക്കെ ഓക്കെ നമുക്കറിയോ? ചൂടായില്ലേ? കൂടെ ആവി വരുന്ന ആവി പിടിച്ചു വേണമെങ്കിൽ
അപ്പൊ ആവി കൂടുതലുള്ളത്. ആ അപ്പൊ അതിലത്തെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളക്കണ്ട. ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് അലുവിണ്ടാക്കാം. സാധനം വർക്കിംഗ് നടക്കണ്ടേ? എന്റെ കൂടെ ഇതുണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും ദേ അന്തരീക്ഷം കറുത്തുടങ്ങി, മഴ പെയ്യണ്ട ഘട്ടായി. ഇത് അല്ല ആ കറുത്ത മേഘങ്ങളൊന്നും കാണാനില്ലല്ലോ ഇപ്പൊ അങ്ങോട്ട് മറിഞ്ഞു. അപ്പൊ ഏത് നിമിഷം മഴ പെയ്യും. അതിന് മുന്നേ ചാർലി മറ്റേ ബെൻ ജോൺസ് ഓടാൻ പോണ പോലെ മൂത്രം ഇങ്ങനെ എന്തോ കാര്യത്തിന് പോവാൻ നിൽക്കുമ്പോഴാണ് മൂത്രം വന്നത്. ആള് പിന്നെ ശരിക്കും അത് കഴിഞ്ഞിട്ടും. അപ്പൊ ആദ്യം തന്നെ നമുക്കേ ശർക്കര ഉരുക്കാൻ വെക്കാം. അന്നേരം ബാക്കിയുള്ള പണികൾ ചെയ്യാം. ശർക്കര ഞങ്ങൾ അധികം എടുത്തിട്ടില്ല. ഇതിപ്പോ ഒരു 300 ഗ്രാം ഉണ്ടാവില്ല. 300 ഗ്രാമിൻ്റെ അടുത്തുണ്ട് കേട്ടാ. അത് നമ്മുടെ മറയൂർ ശർക്കരയാണ്. മഴയുടെ കാലാവസ്ഥ ആളെ പെശക്കാണ്. വെള്ളം ഒഴിച്ച സൈതേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അണ്ടി മിക്സിയിലടിച്ച് അരച്ചതാണ് സാധനം. ഇത് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം 5 വട്ടം ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് വെള്ളം ഊറ്റി കളയും. ഇത് ഇതേ വെള്ളം ഊറ്റി കളയുന്നു കേട്ടോ. മുകളിലത്തെ ഇനിയിപ്പോൾ ലാസ്റ്റ് ഊറ്റി കളഞ്ഞ് കണ്ടേ. ഇതെങ്ങനെയും ഒരു ചെറിയൊരു കറയറത് മുകളിൽ കാണും. ഉള്ളിലാണ് നല്ല വെള്ള സാധനം കണ്ട. ഇനി ഇതിൽ നടുവിൽ തുറത്ത് വെച്ച് തരുത്. ഇത് അരിച്ചെടുക്കണം. ഇത് തുറത്ത് വയ്ക്കുന്നു. ഇത് മറ്റേ നാളികം പാരമ്പര്യം തുറത്തും കേട്ടോ. മുഷിന് തുറത്തല്ല ആയിരിക്കും. നമ്മൾ ഇതുകൊണ്ട് ഒഴിക്കും. ഇതാണ് നമ്മുടെ അസംസ്കൃത വസ്തു. ഇതൊരു ടീസ്പൂൺ ഉണ്ട്. ഇത് വാരിട്ടോ അല്ലെങ്കിൽ നിൻ്റെ കൈ കൊണ്ട് വാരിട്ടോ. അടിയിൽ ഇത് അരിപ്പ് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പോകണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ. വല്ല കുരുത്തക്കേട് നിരത്തിക്കാൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ മുഴുവൻ പോയില്ലേ. അതുകൊണ്ടാണ്. 3-ാമത്തെ ദിവസമാണ് ഇപ്പോൾ. 3-ാമത്തെ ദിവസമല്ലേ മിഞ്ഞാന്നല്ലേ വെച്ചത്. ചേട്ടൻ എന്തോരം പണിയെടുത്തു ഒരു അരുവിക്ക് വേണ്ടിയിട്ട്. അത് പിഴിഞ്ഞ് കളയാം നമുക്ക്. ഇതൊരു കൊറ്റനാണ്. പനീർ എടുക്കണ പോലത്തുള്ള പരിപാടി തന്നെയാട്ടോ നമ്മൾ. കൊറ്റൻ ആണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് കറക്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിൻ്റെ അളവ് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഏകദേശമൊക്കെ മതി. കറക്റ്റ് അതന്നെ. അപ്പോൾ നമ്മൾ ഈ ഉരുളിയിരിക്കാണ്ട് ഇതാണ്ട് ഇടുന്നത് കേട്ടോ. ഇത് ഏകദേശം 1 കപ്പിനേക്കാൾ അധികം ഉണ്ടല്ല സാർ. ഇത് കറക്റ്റ് ഏകദേശം ഒരു അളവ് നോക്കിയത് വേണമെങ്കിൽ ഇതൊന്ന് നോക്കി വെക്കാം. ഇത് നോക്കണ്ട വെറുതെ നോക്ക് കണ്ടാ. ഇതിരിക്കാണ്ട് എടുക്കണം. 1 കപ്പ് ഉണ്ടാവും. 1 കപ്പ്. അപ്പോൾ ഒരു 1/2 കപ്പിനേക്കാളും കൂടുതൽ അരിപ്പൊടി ഇരിക്കട്ടെ. അരിപ്പൊടിയിലാണ് ആക്കുന്നത് കേട്ടോ. അരിപ്പൊടിനെ നമ്മൾ ചേർക്കുന്നത് അരയ്ക്കാം. അപ്പോൾ ഒരു വേറൊരു വ്യത്യാസം വരും. ഇതിലിടണം കേട്ടോ. ശർക്കര ഉരുക്കണം. ഇനി നമ്മൾ 2 നാളികേരത്തിൻ്റെ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാൽ അധികം വെള്ളം ഒഴിക്കാണ്ട് കട്ടിയിലാണ് എടുക്കുന്നത്. പിന്നെ നോക്കിയാൽ ഇത് കണ്ട. ഈ സാധനം 1-ാം പാലിന് തുണ്ട് വെള്ളം ഒഴിക്കാണ്ട്. അപ്പോൾ നമ്മൾ ഈ 2-ാം പാല് ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത്രയും കൂടി സമയം നമ്മൾ ഇളക്കിയത് പറ്റിക്കാൻ നിൽക്കണമല്ലോ. ഈ 2-ാം പാല് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. കട്ടടച്ചോ. ഇതൊക്കെ ഈ ശർക്കരയും കൂടിയും ശർക്കര നീരും കൂടി ഇതിലേക്ക് ഒഴിക്കണം. നീ മിക്സ് ചെയ്ത കൈ കൊണ്ട്. ഞാൻ കയ്യിൽ നിന്ന് അതിനെ കണ്ടാച്ചിട്ടാ ചെറിയ കൈ കൊണ്ടും തിരിപ്പിക്കുക. കംപ്ലീറ്റ് കട്ടോടക്കി. നമ്മുടെ മാങ്ങയുടെ അണ്ടിയുടെ കഷ്ണങ്ങള് അരയാണ്ട് കിടക്കണതാണ് ഇട്ടത്. ചെറുതുണ്ടായിക്കോട്ടെ. അത് കടിക്കാൻ ഭയങ്കര രസമായിരിക്കും. കിണ്ണത്തപ്പത്തില് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അലുവയിൽ ചിലപ്പോൾ അതിലും ടേസ്റ്റ് ആയിരിക്കും. അത് നുറുക്കണ പൊട്ടിക്കണം. പകുതി അണ്ടിയുടെ കഷ്ണം ചെറുതാക്കണം. എനിക്ക് എടുത്ത് നോക്കി അത് കത്തി കൊണ്ടെന്ന് ചെറുതാക്കിട്ടോ. ഭയങ്കര ചെറുതാക്കണം. അണ്ടിപ്പരിപ്പൊന്ന് വിചാരിച്ചു തെറ്റിദ്ധരിക്കും. കടിക്കാൻ ഒരു സാധനം കേട്ടാ. അയ്യോ കൈ എടുക്കാണ്ട് ഇളക്കേണ്ടി വരട്ടാ. അപ്പടി പിടിക്കും. വിമാനം പോണ്ടല്ലോ മോളിയോടെ. എന്താ ഏതി കൂടി പോവാറ് വിമാനം? നമ്മുടെ വീടിന്റെ മോളിയോടെ പോകണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോവാറില്ലേ? ആദ്യമായിട്ട് ചേട്ടൻ കാണണേ വിമാനം പോണത്. കുറച്ച് കഷ്ണങ്ങളുണ്ട് കേട്ടാ അറിയാണ്ട്. അത് ഭയങ്കര രസമായിരിക്കും. അത് എന്നാലും നമ്മുടെ കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയപ്പോ അല്ല ദരിദ്ര ചേച്ചി അങ്ങനെ പറഞ്ഞേക്കണത് അനുഭവം. നമ്മുടെ ധരിത്രി ധര ധരണി ധരിത്രി ഭൂമി പര്യായം നമ്മൾ പഠിച്ചിട്ടില്ലേ സ്കൂളിൽ. അപ്പം അങ്ങനെ ഭൂമി എന്നർത്ഥം വരുന്ന ധരിത്രി എന്ന് പേരുള്ള ചേച്ചിയാണ് നമുക്ക് ഇത് ഇങ്ങനെ നമ്മൾ എന്താ പറയാ ആർക്കും വേണ്ടാണ്ട് ഈ കളയണ സാധനം പിന്നെ ഇത്രമാത്രം ഗുണങ്ങളുണ്ട് എന്ന്
പറഞ്ഞു തന്നത്. അപ്പോൾ സരിത ഇത് കൈ കൊണ്ട് കലക്കി ഇതിൻ്റെ കട്ടകളൊക്കെ കംപ്ലീറ്റ് ഉടച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കര നീര് ഉരുക്കിയിട്ടുണ്ട്, നോക്കിയാൽ തിളച്ചു. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇതരിക്കൊന്നും വേണ്ട, മറ്റേ ശർക്കരയാണല്ലോ, എന്നിട്ട് പറയാം മറയൂർ ശർക്കര കാരണം അരിക്കേണ്ട ആവശ്യമില്ല. സരിത ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാ. അപ്പോൾ നമുക്ക് ശർക്കര നീര് ഇതിലേക്ക് ഒഴിക്കാം. ഇത് മധുരം എത്രമാത്രം ഉണ്ടാവും അറിയില്ല, ഒരു 300 ഗ്രാം ഉണ്ട്, നമുക്ക് മതിയാവില്ല. 300 ഗ്രാം കുറവാണെങ്കിൽ നമുക്ക് ശർക്കര എന്നിട്ട് ഇളക്കാം. നമുക്ക് ഇളക്കി മിക്സാക്കി ഇനി നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിപ്പിട്ട് തന്നെ ഇത് കട്ടയാവും കേട്ടോ. അപ്പോൾ തൃശ്ശൂർ വശത്ത് ഇത് ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ മഴക്കാർ കൂടി തുടങ്ങി. കാണണ്ടാക്കല്ലേ എൻ്റെ കൈ ഇതാണ് നേരത്തെ അല്ല കുറച്ച് ദിവസം മുന്നേ ചേട്ടൻ അവിടെ നിന്ന് കാണിച്ചെന്ന ഫ്ലാറ്റാണത്. കട്ടലിക്ക് ഇറങ്ങണ്ട, കട്ട കുത്തി ഇറങ്ങി കണ്ട, കുറുക്കിലേക്ക് ഇറങ്ങി കണ്ട, നീ പൊട്ടിത്തെറി തുടങ്ങും ചേട്ടാ. ഇതങ്ങനെ പൊട്ടിത്തെറി വരുമോ? എനിക്ക് മറ്റേ സാധനം വേണം എന്നിട്ട് കഴുതി കൊട്ടുന്നത് വേണ്ടി വരുമല്ലേ, ഡ്രസ്സുമല്ലൊക്കെ പുള്ളി കുത്താവും. തെറിച്ചു ഞാൻ ഇളക്കാം, എൻ്റെ ഡ്രസ്സ് എങ്ങനെയാലും കുഴപ്പമില്ല. ആ 3 തെറിച്ചു, 4 നിങ്ങൾ നീന്നോ. ആ തിളച്ച് പെട്ടെന്ന് കട്ടയിട്ടാ. നെയ്ക്ക് പകരം ഇതിന് കേട്ടാ വെണ്ണയാണ് ചേർക്കണത്. ഇതിപ്പോൾ ഒരു 100 ഗ്രാം അല്ല, 100 ഗ്രാം അതിരിക്കിടാൻ പോകും കേട്ടോ. അത് മുഴുവൻ കേട്ടോ. കടലാസ് മാറ്റിയിട്ട് ചിലപ്പോൾ കടലാസ് ഉണ്ട്. ആ അതെ, ആ സോപ്പും കേട്ടാ. അല്ല ശരിക്ക് ഓരോന്ന് പറഞ്ഞോളൂ. അതിന് മുകളിലേക്ക് എൻ്റെ കോരിയിട്ടതാ. അതിൽ കിടന്നിട്ട് അലിയണത് കാണാൻ രസല്ലേ? അതെ, അവനെ പൊക്കാം. ഒരു സാറ്റിസ്ഫാക്ഷൻ. ഒരു നുള്ളു ഉപ്പിട്ടോ. ഇനി അങ്ങനെ തിരക്കില്ല. കട്ട കുത്തി അത്രയ്ക്ക് വേണ്ട, വല്ല ഒരു നുള്ളു, അതെ ഒരു നുള്ളു ഉപ്പിടുന്നു കേട്ടോ. ഇനി അങ്ങനെ തിരക്കില്ല, കട്ട കുത്തി. ശരിക്കും സോപ്പിൻ്റെ രീതി തന്നെയല്ലേ. അവസാനം അലിഞ്ഞലിഞ്ഞ് ഞാനൊരു വെണ്ണയെ ഉരുകി തീരുമ്പോ എന്ന് പറയിച്ചാലോ അങ്ങനെ പറയില്ല. ഉരുകി തീരാന്ന് നമ്മള് അങ്ങനെ പറയുകയാണെങ്കിൽ മെഴുകുതിരിനോടാണ് താരതമ്യം ചെയ്യാ. മറ്റേ പോലെ എന്ന് പറയുന്നത് നമ്മള് പറയാനെന്നറിയോ, ഈ മിണ്ടുമ്പളിക്കും കരയില്ലേ, അങ്ങനെയുള്ളവരാണ് വെണ്ണ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുമ്പോഴാണ് പറയാ നെയ്യ് ചേർക്കേണ്ടവർക്ക് നെയ്യ് ചേർക്കാട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ അരുവിക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് ഉണ്ട്. അല്ല ഇത് ഇപ്പിടുന്നില്ലേ, അല്ലാതെ ഇത് മൂപ്പിക്കാണ്ട് ഇടാം. അല്ലാണ്ട് അങ്ങനെ മൂപ്പിച്ചിട്ട് മൂപ്പിച്ചിട്ടാണ് കേട്ടത്. അതെ, അല്ലേട്ടൻ എന്തെങ്കിലും അലുവയും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഈ അലുവേക്കാളും കൂടുതൽ അണ്ടിപ്പരിപ്പും മധുരം നോക്കി കുറവാണോ? മധുരം നോക്കി മധുരം കുറവാണെങ്കിൽ നമുക്ക് ശർക്കര പൊടി ഒരു പൊട്ടി തട്ടെ. ഒരു വേറിട്ട കളറല്ലേ ഇപ്പോൾ അതിന് മണം ആലോചിക്കുക. ഇതിന്റെ മണം ഒരു വെറൈറ്റി മണം. സാധാരണ ഇത് നമ്മൾ പച്ചരി കുതിർത്തി അരച്ച് അതിന് ചാറ് പിഴിഞ്ഞെടുത്തിട്ട് ആണെങ്കിൽ ഇരട്ടി ടേസ്റ്റ് ആണ്. ഞങ്ങള് പച്ചരി വെള്ളത്തിലിടാൻ മറന്നുപോയി. കുറവാ നമ്മുടെ ശർക്കര പൊടി മധുരത്തിൽ കുറവുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ ഉണ്ട്, ഒരു 3-4 ടീസ്പൂൺ ഇട്ടോ. ഇതായിട്ടുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ ഇട്. ചോക്ലേറ്റ് എനിക്ക് ചോക്ലേറ്റിൻ്റെ പോലെ ഇല്ലേ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാണ്ട് ഇങ്ങനെ നാവ് ഇങ്ങനെ കിടന്ന് ഇതാവും അല്ലേ? അടി പിടിക്കണ്ട. ഞാൻ അടിയിൽ പിടിക്കും, ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ. പാലൊഴിക്കണ്ടേ? ഒന്നേം പാല് കഴിഞ്ഞിട്ട് ഒഴിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒഴിക്കുക. എന്നാലും അതിൻ്റെ വെളിച്ചെണ്ണ തെളിയുമ്പോൾ അടിയിൽ പിടിക്കൽ കുറയും. ഇനി ഈ തിളച്ച് തെറിക്കില്ല, തെറിക്കണ ടൈപ്പ് അല്ലാന്ന് തോന്നുന്നു അല്ലേ? അതിന് അരിപ്പൊടി ചേർത്തിട്ടുമ്പോ അത് തെളി ഒന്നുമില്ല. നാളികേരം പാലിൻ്റെ വെള്ളം വറ്റി തുടങ്ങിയിട്ടാ. ഒന്നാം പാൽ ഒഴിക്കുക. കട്ടിപ്പാലാണത്, തുണ്ട് വെള്ളം ഒഴിക്കാണ്ട് ഒഴിച്ച പാലാണ് കേട്ടോ. ഇത് പാത്രം കഴുകിയിട്ട് വെള്ളം ഒഴിക്കായിരുന്നു. തുടച്ചിട്ട് ഇങ്ങനെ വടിച്ചെടുക്ക്.
കൈ കഴിച്ചു തീരെ മീഡിയം ലെവലാക്കാം അല്ലേ? കൈ കഴിച്ച കാപ്പി കുടിക്കണം എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. വേറെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ കാപ്പി ഉണ്ടാക്കിയിട്ട് പോയാൽ ഞാൻ തിളക്കാം അതുവരെ. കൈമാറി ഇതിപ്പോൾ കുറുക്ക് വരുവാണ് കേട്ടോ. കുറുക്കാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറുക്കായി, കട്ടണ്ടി കുറുക്കായി. നമ്മുടെ ഈ സാധനം ഇത് വിട്ട് പോകാൻ തുടങ്ങി കേട്ടാ ചെറുതായിട്ട് കണ്ട. അവിടെ രണ്ടുപേരും കാണ്ടി കൂടുന്ന അക്രമം നോക്കി. ഇപ്പോൾ കൂടുതൽ വ്യത്യാസം വന്നു തുടങ്ങി. ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് ഇതിലേക്ക്. നാളികേരം പാരുന്നുള്ള എണ്ണയും വെണ്ണേര ഇതൊക്കെ കൂടിയിട്ടേ ഇത് അടി പിടിക്കാത്ത രീതിയിലേക്ക് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ടിസ്റ്റ് അടിക്കും കേട്ടോ. അതിൽ കിടന്നിട്ട് സൈഡിലേക്കൊക്കെ എണ്ണ വരുന്നത്. ഇങ്ങനെയാകുമ്പോഴാണ് ടേസ്റ്റിലേക്ക് വരാം. അല്ലാണ്ട് നമ്മൾ പെട്ടെന്നായിട്ട് നിർത്തി ഒരു കുറുക്ക് പോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. സരിത കാപ്പി കൊണ്ടുവന്നു. നോക്കിയേ സരിത, കണ്ടാ നോക്കിയേ തന്നെ എണ്ണ തെളിഞ്ഞില്ലേ. ഇനി അങ്ങനെ അടി പിടിക്കില്ലേ കണ്ടാ. ഏയ് തീരെയിട്ടില്ല, ഇനി നമുക്ക് എടുക്കണല്ലോ. ഇല്ല കേട്ടോ, നമ്മുടെ അലുവ ഗംഭീരമായ പെർഫോമൻസ് തോന്നണതായിന്നാ. കാരണം നാളെ പാലത്തെ വെളിച്ചെണ്ണയൊക്കെ വന്നു. വരട്ടെ, അതിൽ കിടന്നാവണം. ഏയ് നഹി, അതിൽ കിടന്നാവട്ടെ. അതിൽ ഒരു രസം ഉണ്ടാവില്ല. മറ്റേ ചക്ക വരട്ടിയത് ഇങ്ങനെ വന്നിട്ട് പിന്നെ വീണ്ടും വീണ്ടും ഇളക്കി പിന്നെ അത് കല്ലായി മാറി. ഓർമ്മയുണ്ടാ? അതൊക്കെ ഓർമ്മയുണ്ട്. ഇതിൽ കിടന്നാവട്ടെ. ഇതാ എനിക്കുള്ള കാപ്പിയെ ചക്ക വരട്ടി ഇതെനിക്കുള്ള കാപ്പിയെ ആ ചേട്ടനുള്ളത് കടുപ്പം കൂടിയത്. അപ്പോൾ നമ്മൾ സരിത കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്രൂ കാപ്പി. നെസ്കഫയാണ്, ബ്രൂ അല്ല. അടിപൊളി സാധനം. കടിക്കണ്ടേന്ന് അറിയുള്ളൂ വീട്ടിലല്ലേ. ചേട്ടാ ചേട്ടാ ആയിട്ടില്ല. ഇതിൽ കിടന്നാവണം സരിത. അലുവ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. അലുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇളിഞ്ഞ പോലത്തെ സാധനമായി മാറരുത്. അത് ഇളിഞ്ഞ പോലത്തെ സാധനം. കണ്ട ഈ എണ്ണയിൽ കിടന്നിട്ടുണ്ട് അവനാണ്ട് ആറാടണം. ജഗ്ഗു അച്ഛൻ്റെ ബനിയനിട്ടാണ്. ജഗ്ഗുവിൻ്റെ ബനിയനുകളൊക്കെ ഇത്ര പോലെ കൈപൊക്ക് വയറ് കാണുന്നു. എന്നിട്ട് അത് തന്നെ ഇടില്ല, ഞാൻ എടുക്കണം. വയറ് കണ്ടാലും കുഴപ്പമില്ല, സിൽക്ക് സ്മിതി അല്ലല്ലോ. സരിത പറഞ്ഞത് പറഞ്ഞോട്ട് കുറച്ചു നേരം കണ്ടതിലത്തെ എല്ലാ എണ്ണയും കണ്ട കംപ്ലീറ്റ് ഇതിന്റെ വെളിച്ചെണ്ണയൊക്കെ പുറത്തു വന്നു കണ്ട. അപ്പൊ ഇതായിന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കിടന്നാവണം. ഏലക്കായി പൊടി ചേർക്കാൻ പറഞ്ഞു. അടിപൊളി, കുഴപ്പമില്ല. ഏലക്കായി പൊടി ചേർക്കട്ടെ. ഏലക്കായി പൊടി ചേർക്കട്ടെ. അല്ല ചേർത്തു. ഇപ്പൊ നാശാവാൻ വേണ്ടി ചേട്ടാ കരുതി കൂട്ടിയിട്ട് ഇങ്ങനെ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒരിക്കലും ഇല്ല. എന്റെ 3-4 ദിവസത്തെ അധ്വാന കുളമായി സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പനയിലിട്ടിട്ട് തലയിൽ കൈവച്ചിട്ടിരിക്കുക. നാശാവണ്ടി മാത്രം അല്ല തന്നെ നാശാവണ്ടി മാത്രമല്ലോ. കരുതി കൂട്ടി നാശാക്കില്ല. ഇത് നാശാവില്ല. നീ കണ്ടില്ലേ മറ്റേ കോഴിക്കോട് മറ്റേ ഇതിലിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ തെറ്റാ. എനിക്ക് ഇത് ഇങ്ങനെ അമർത്തി ഇളക്കാൻ പേടിയാവും. ഈ എണ്ണ തെറിക്കാവും. നീ എന്റെ പിന്നില് ഇതിന്റെ എണ്ണയില്ലേ നോക്കിയേ ഈ എണ്ണ അവസാനം തെളിയുന്നുണ്ട. ഈ എണ്ണയിൽ നമുക്ക് വല്ലതും ഉണ്ടാക്കാം. ബെസ്റ്റ് രസമായിരിക്കും. പലഹാരം വറക്കാം. ഈ എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയും നാളികേരപ്പാലിൽ നിന്ന് വന്നിട്ടുള്ള വെളിച്ചെണ്ണയും പിന്നെ നെയ്യും ബട്ടർ ഉരുകിയിട്ടുള്ള നെയ്യും. അതാണ് ഇതിന് കൂട്ടുക്കറ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇത് കിണ്ണതിലേക്ക് ആക്കി കഴിഞ്ഞിട്ടേ അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് മൂപ്പിക്കാം. ഈശ്വര മഴ ഇല്ല, മഴ ഒരു ലക്ഷണത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. വീഡിയോന്റെ തുടക്കവും മഴ ലാസ്റ്റും മഴ ആയിക്കോട്ടെ. മഴയേ ചേട്ടൻ പാടി മതി. ഞാൻ പാടൊന്നുമില്ല. കണ്ട ഒരു പാത്രത്തിൽ നിറച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഇത്രയ്ക്ക് അളവിൽ കുറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഒരു ലെവലായിട്ടാ ഇത് കിണ്ണടക്കാൻ പോയിട്ട് സരിത. ഞാൻ തീ കുറച്ചു. വേഗം കൊണ്ടുവാ, എടുക്ക്, വേഗം കൊണ്ടുവാ, കിണ്ണ കൊണ്ടുവാ. ഇതേ മറന്നുകൂടി തീ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തു. ഇതേ നമ്മുടെ ഈ കിണ്ണത്തിലേക്ക് ഇടാൻ പോകണം കേട്ടോ. എൻ്റെ മേടിക്കൊരു തുള്ളി വീണു. ഞാൻ കിണ്ണു ഇത്ര വലിയ കിണ്ണ എന്തിനാ? ചെറിയ കിണ്ണ ഇതില്ലേ മറ്റേ സാധനം. അയ്യോ മറ്റേ കിണ്ണത്തപ്പുണ്ടാക്കണ കിണ്ണാണ് വേണ്ടത്. ഇത് പിരിക്കുള്ളില്ല. ഇതേ മഴ തുള്ളി തുടങ്ങി. കണ്ടത് ഭംഗി ഉണ്ടാവില്ല ഇതിലാക്കുമ്പോൾ. അണ്ടിപ്പരിപ്പ് ഇരിക്കട്ടെ. ഇതേ അണ്ടിപ്പരിപ്പ് ഇതിൽ മൂപ്പിരിക്കണോടെ വെറുതെ കയ്യിലെടുത്തിണ്ട. കയ്യിൽ ആകെ പൊളിഞ്ഞു പരിപാടി.
പൊളിഞ്ഞല്ല എത്ര വട്ടായി പറയണത് മതിയാക്കാൻ? അല്ലല്ല അങ്ങനെ നമ്മൾ മതിയാക്കില്ല. ആ തീ കെടുത്തില്ലോ. തീ കെടുത്തിയാ ചൂട് കൊടുക്കത്ത ചൂടാ. ഇളക്കറ ദേ മഴ. ആരോട് പറയണു? ആരെങ്കിലും ഇളക്ക്. ഇതാട്ടാ നമ്മുടെ അലുവ. ഇത് ഇനി പാടലുണ്ട് ആക്കണം. നമ്മുടെ എന്റെ മേലേക്ക് ചൂടുണ്ട്. എന്നിട്ട് മഴ. ഞങ്ങളുടെ ഒന്നും മേലേക്ക് തോന്നുന്നില്ല അല്ലേ? എന്താണാവോ? ഉണ്ണി ഒരു പാടല്ലേ കയറി കൊണ്ടു വേഗം. ഒരു പാടല്ലേ വേഗം കയറി കൊണ്ടേ. ഇതേ ഞാൻ ഇങ്ങോട്ട് നീങ്ങി കേട്ടാ. എനിക്ക് ഇനി ആവണ്ട. കാപ്പി എടുത്തോ. ഒരു കാഴ്ച ഒരു ചീന്ത അതിന്റെ മുകളിലേക്ക് ചോറുന്നാനാ വിചാരിച്ചിട്ടുണ്ടോ? ഫ്ലേവറാ. ഇങ്ങോട്ട് അമ്മ വെള്ളം വേണ്ട. ഇങ്ങോട്ട് നീ അണ്ടി മൂത്തു വേഗം കൊണ്ടുവാ. അത്രയ്ക്കേ അത് അച്ഛനെ അലുവില്ലേ അത് മീത വെറുതെ പരത്താനാ. ഇതൊന്നും വേണ്ട താങ്ങിയ സരിത കൈ കൊണ്ട് നടക്ക്. ഞാനപ്പോ കൈ കൊണ്ട് നടക്കല്ല. മഴ വന്നോടുകൂടി അച്ഛന്റെ സമനില അലുവേനങ്ങോട്ട് കൊണ്ടുവന്ന് ഇത് വാഴലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ഞാൻ എന്തൊക്കെയാണ് പറയണേന്ന് ചേട്ടനെ അറിയില്ല. ആ മറ്റേ പാത്രം എടുത്തിട്ട് അതിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ഇതാക്കി എത്ര നല്ലതായിരുന്നു. ഇതാവണില്ല. അതാവും പിടിച്ചെന്നോ അലുവ അവിടെ കൊണ്ടുവന്നിരിക്കട്ടെ വീണ്ടും. ചേമ്പിലേല മൂക്കണില്ലേ? മതിയില്ലേ? എത്ര മൂത്താ മതിയാ? ഏയ് മൂക്കണ്ട ശരിക്കും. ആ ഒരു കളർ വരണ്ടേ. ആകെ ഒരു വെപ്രാളം. അലുവ എങ്ങനെയുണ്ട് നോക്കിയേ. മഴ. അയ്യോ അതിലൊക്കെ വെള്ളായി. അരിക്കുടിയില് വെള്ളായി. നോക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയില്ല? അതുകൊണ്ട് ഇത് ഇളക്കിളക്ക്. ഇത് കഴിഞ്ഞു ഇളക്കിളക്ക്. അലുവേ മുകളിലിട്. ഉടങ്ങോട്ട് പിടിക്കും. ജഗോട് പോയേ. അണ്ടിപ്പരിപ്പ് ഇത്തിരി ഭംഗിയിൽ വെച്ച് കൊണ്ടുവന്നിട്ടാ. അല്ലാണ്ട് വേറെ ചുക്കൂല. അകത്ത് പോയിട്ട് ഭംഗിയാക്കാ ചേട്ടാ. അല്ല ഞാൻ അടിച്ചു നേരത്തിട്ടാ. നിങ്ങളുടെ അലുവ പരിപാടി പക്ഷെ സാധനല്ലേ. ഇത് കൊണ്ടുപോയി നീ അലുവ കൊണ്ട് പോണു കേട്ടാ. അലുവ കൊണ്ട് പോണു. ഉരുളി കൊണ്ട് പോണു. അടുത്തത് അടുപ്പ് കൊണ്ട് പോണു. നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ ഇത് കൊണ്ട് വയ്ക്കാം. അപ്പൊ നമ്മള് ചൂടാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല നമ്മൾ ചൂടാറിക്കൊണ്ടിരിക്കുകയല്ല. നമുക്ക് ആ ഈ കൂടാരത്തിൽ പോയിട്ട് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം കേട്ടാ. എവിടെ ഇട്ടായി അങ്ങനെ മഴയത്ത് തുടങ്ങി മഴയത്ത് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ. നമുക്കിത് എടുത്തല്ലോ ചൂടാറുന്നത്. ചൂടാറുന്നത് എടുക്കണം എന്നാ എന്നിട്ട് പറയണ. ഇതിലത്തെ എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒറിജിൻ എണ്ണീന് കേട്ടാ. ഒറിജിൻ അല്ല, വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പൊ നമുക്ക് എടുക്കാട്ടോ. അതൊക്കെ ഞാൻ സമയം കളയണില്ല. ഇതൊരു ഭംഗിക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് കൊണ്ടിട്ടാ. അല്ല സമയം കളയണതല്ല, ചൂടാറുണ്ട് ചേട്ടാ. അയ്യോ രണ്ടിപ്പരിപ്പ് അത് പോയിന്റ് ചേട്ടാ. ഭംഗിക്ക് വെച്ചതല്ല, അതുകൊണ്ട് പോയാലും കുഴപ്പമില്ലാന്ന്. അയ്യോ നിന്റെ തലയിൽ അപ്പടി വെള്ളാണല്ലോ. നീ ഇങ്ങനെ മഴ കൊണ്ട് നീ കോട്ടയും പിടിച്ചിട്ടുള്ളത് നടന്നു തുടന്നേ. കൊരങ്ങൻ എപ്പോഴും മഴ കൊണ്ട് നടന്നേ. അമ്മച്ചി നനഞ്ഞിട്ടോ പറഞ്ഞു കേട്ടില്ലേ മഴ കൊണ്ട പിന്നെ വെള്ളമില്ലേന്ന്. നീ വേണമെങ്കിൽ ഒരു പൊട്ട് കഴിച്ചു നോക്കിയേ. എന്നിട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് കത്തിയില്ല. അത് വീഡിയോ വീണ്ടും കാണുമ്പോ കത്തിയില്ല. ഞാൻ എടുക്കണ്ടല്ലോ. മൈക്ക് കൊണ്ട് ഊരി തന്നു. ഒരു മൈക്ക് തന്നെ കേടാക്കി മഴയത്ത് അർമാദിച്ചു. ആ പാട്ട് ഇട്ട് കൊടുത്താൽ മതി അവിടെ. ചിരി വരുന്നെങ്കിൽ ചിരിച്ചാ മതി, കഷ്ടപ്പെട്ട് ചിരിക്കണ്ട. അടിപൊളി സാധനം കേട്ടാ. എന്തേ രഘുവിന് ഇഷ്ടമില്ല? മധുരല്ലേ? മധുരമുള്ള സാധനം പിന്നെന്താ കഴിക്കാത്തെ? കയ്പാ ഈ സാധന
ആ എനിക്ക് മറ്റേ സാധനം കിട്ടി. അണ്ടി പരിപ്പ ബനിയൻ വേണമെങ്കിൽ ഊരിട്ടോ ചേട്ടാ. ആ ഡാൻസ് ഏത് നമ്മളാ ഡാൻസ് പോയി അയ്യോ അടിച്ചു നിർത്തി